അസ്സലാമലൈക്കും. ഞാൻ അക്ബർ അണ്ടത്തോട്. നമ്മുടെ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 3 വർഷമായി. ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര തലകറക്കവും തളർന്നു വീഴുക അങ്ങനത്തെ ഒക്കെ ഒരു അസുഖമായിരുന്നു. ഭയങ്കര ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രയാസത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ച്, ചില ഉസ്താദ്മാരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അത് മാറും, വീണ്ടും അതേപോലെ തന്നെ മാറിയിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ വരും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ച്, ഉസ്താദ്മാരുടെ അടുത്ത് ഇങ്ങനെ മാറി 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 ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ച് നമ്മൾ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ചിലവാക്കി. അവസാനം ഞങ്ങളെ പരിഹസിച്ച് വിട്ട ആൾക്കാരുണ്ട്. നിങ്ങളിത് ഇങ്ങനെ ചികിത്സിക്കാണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ചികിത്സിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ട്. അങ്ങനെ ഒരു വഴി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തിരൂർ VRC ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ ചികിത്സിച്ചത് എൻ്റെ ഭാര്യനെ. അവിടുന്ന് 1 മാസം ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഞങ്ങൾ കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് ആ ഗുളിക അവിടുന്ന് തന്ന ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ എണീക്കുള്ളൂ എൻ്റെ ഭാര്യ. അത് കഴിച്ച് കഴിഞ്ഞാൽ ബോധമില്ലാത്ത ഉറങ്ങും. പിന്നെ ഒരു ആഹാരവും വേണ്ട, ഒരു ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ കിടക്കും. ഈ അസുഖത്തിനാണെങ്കിൽ ഒരു ഇതുമില്ല, തളർന്നു പോവുക, ഈ തലകറങ്ങി പോവുക, ഇത് തന്നെ പരിപാടി. വേറൊരു മാറ്റമില്ല, ഇതിനൊരു ഇതും കിട്ടണില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു വയറുവേദന വന്നത്. വയറുവേദന വന്നിട്ടിപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ച് അതിൻ്റെ വേദന മാറി. വീണ്ടും ഇതേപോലെ അങ്ങനെ വന്ന് വീണ്ടും അതേപോലെ ചെയ്ത് ഇതിങ്ങനെ 3-4 തവണ ഒരു 3-4 മാസത്തോളം ഇതിങ്ങനെ വയറുവേദന വരും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, അങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കും, അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ആയിട്ട് അവസാനം ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന് അവിടുന്ന് തുടങ്ങി ഒരു ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. ഒരൊറ്റ ചുമച്ച് അവിടെ നിൽക്കില്ല, ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. ചുമച്ചിട്ട് ഈ മുറിവ് പഴുത്ത് ആകെ ഇൻഫെക്ഷനായി. അങ്ങനെ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ പറഞ്ഞു ഇത് കുടൽമലക്കൊക്കെ ആയിട്ടുണ്ട്, ഇത് ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര പഴുപ്പായിട്ടുണ്ട്, ഇത് എന്തെങ്കിലും വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആ ഡോക്ടർ ഒരു 10 ദിവസത്തേക്ക് മരുന്ന് തന്നു. ഒരു ആഹാരം കഴിക്കാൻ പാടില്ല, ഒരു 3 സ്പൂൺ കഞ്ഞി മാത്രം വളരെ ഭയങ്കരമായിട്ട് വേവിച്ചിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കഴിക്കാനും പറഞ്ഞു. 10 ദിവസം അങ്ങനെ കഴിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാര്യ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷക്കീർ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ട് കുന്നംകുളത്ത്, അവിടെ നിന്ന് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ ഇതിന് മുമ്പ് ഒരുപാട് പൈസ ഞാൻ കൊടുത്തിട്ട് ഒരുപാട് പൈസ ഞാൻ കൊടുത്ത് ചിലവാക്കിക്കൊണ്ട് എനിക്ക് അങ്ങനെ പോവാൻ മനസ്സുണ്ടായിരുന്നില്ല. മനസ്സോടെ ഞാൻ പിന്നെ പോയി അഷ്റഫ് ഉസ്താദിനെ കണ്ടിട്ട് ഞങ്ങൾ അനുഭവങ്ങൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് അഷ്റഫ് ഉസ്താദ് ഞങ്ങൾ എല്ലാ പ്രയാസങ്ങളും തുറന്ന് പറഞ്ഞു. അഷ്റഫ് ഉസ്താദ് പറഞ്ഞു 41 ആഴ്ച നിങ്ങൾ മുടങ്ങാതെ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. തലേദിവസമായിരുന്നു, കല്യാണത്തിൻ്റെ തലേദിവസം. മോളെന്ത് ആഹാരം എന്നെ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു അഷ്റഫ് ഉസ്താദ് ആ ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു എന്ത് ഭക്ഷണം കഴിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷമാണ് ഈ കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണ വീട്ടിലേക്ക് പോയിട്ട് അവള് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ അവിടുന്ന് 2 മജ്ലിസ് കഴിഞ്ഞ് 3-ാമത്തെ മജ്ലിസ് ഞങ്ങൾ പങ്കെടുത്തതിന് ശേഷം അന്ന് പട്ടിട്ട് കിടക്കാൻ പറഞ്ഞ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം അവിടെ പട്ടിട്ട് കിടന്ന്. അന്ന് അവിടുന്ന് ഓപ്പറേഷൻ ചികിത്സ കിട്ടിൻ്റെ ഭാര്യക്ക് ആ വയറിന്റെ അതിനുശേഷം ആ വയറുവേദന ഇന്ന് വരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഡോക്ടറെ വീണ്ടും ഞങ്ങൾ പോയി കാണിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത് ഈ നിമിഷം വരെ ആ വയറുമായിട്ട് സംബന്ധമായിട്ട് ഒരു ഡോക്ടറെ ഈ നിമിഷം വരെ ഞങ്ങൾ കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വന്നിട്ടില്ല. ഈ മജ്ലിസിൽ ഞാൻ എത്തിയതിന് ശേഷം അൽഹംദുലില്ലാഹ്. അതിനു മുമ്പ് പിന്നെ എൻ്റെ ഭാര്യക്ക് ബ്രസ്റ്റിലൊരു മുഴ ഉണ്ടായിരുന്നു. അത് ഡോക്ടർമാർ പറഞ്ഞ് അത്
എടുത്ത് കുത്തിയെടുക്കണം, അത് എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് എന്താ റിസൾട്ട് അറിയണം, എന്നിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്, വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇവൾക്ക് പേടിച്ചിട്ട് സമ്മതിച്ചേരുന്നില്ല കാണിക്കാൻ. അങ്ങനെയാണ് മജ്‌ലിസിന് ഉസ്താദ് പറഞ്ഞത് ഏർവാടി സിയാറത്തിൽ നിർബന്ധമായിട്ട് ഞങ്ങളോട് പങ്കെടുക്കാൻ പറഞ്ഞു, വരാണ്ടിരിക്കരുത്, പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏർവാടി സിയാറത്തിന് പോയപ്പോഴാണ് സിക്കന്ദർ പാപ്പാൻ്റെ അവിടെ വെച്ചിട്ട് അവൾക്ക് അതിൻ്റെ ചികിത്സ കിട്ടിയത്. പൂർണ്ണമായിട്ടും ശരീരത്തിൽ അങ്ങനെയുള്ളൊരു പ്രയാസങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ അനുഭവിക്കണില്ല. ഇന്ന് ഞങ്ങൾ മറ്റേന്ന് പറഞ്ഞാൽ എന്നെ ഈ അസുഖങ്ങളൊക്കെ വരുന്ന തളർന്ന് വീണ സമയത്തും ഒക്കെ എന്നോട് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ തീരെ യോജിച്ച് പോകുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ഇങ്ങനെയുള്ള ഈ മജ്‌ലിസിന് വന്നതിന് ശേഷം, ഈ മജ്‌ലിസിൽ ഞങ്ങൾ തുടർന്നതിന് ശേഷം ഞങ്ങൾ ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കൊരുപാട് പറയാനുണ്ട്, പക്ഷേ എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. എൻ്റെ അനുഭവത്തിലെ കുറച്ച് അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയാൻ ഒരുപാടുണ്ട്. എന്തായാലും അഷ്റഫ് ഉസ്താദിനും കുടുംബത്തിനും അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഫാറൂഖ് ഉസ്താദിൻ്റെ ദർജ അള്ളാഹു ഉയർത്തട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.